കോർണർ കട്ടിങ്സ് ആൻഡ് എക്സ്റ്റൻഷൻസ്. നിവാസസ്ഥലത്തിൻ്റെ ആകൃതി. സാധാരണഗതിയിൽ നമ്മൾ വീട് വെച്ച് താമസിക്കുന്ന സ്ഥലങ്ങൾ ചതുരാകൃതിയോ ദീർഘചതുരാകൃതിയോ ആണ് പതിവ്. ചിലപ്പോൾ പ്ലോട്ടുകൾ ഇതിൽ നിന്ന് വ്യതിചലിച്ചേക്കാം. ചതുരമോ ദീർഘചതുരമോ അല്ലാത്ത പ്ലോട്ടുകൾ നിവാസയോഗ്യമല്ല എന്ന് വാസ്തുശാസ്ത്രം പറയുന്നു. ചതുരമോ ദീർഘചതുരമോ ഛേദിക്കപ്പെട്ടതുപോലെയുള്ള സ്ഥലങ്ങൾ. പ്ലോട്ട്സ് വിത്ത് നോർത്ത് ഈസ്റ്റ് കോർണർ കട്ട് ഓഫ്. വടക്ക് കിഴക്ക് ദിശയിൽ ഛേദിക്കപ്പെട്ട സ്ഥലം. ഇങ്ങനെയുള്ള പ്ലോട്ടുകൾ അഭിവൃദ്ധിക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കും. വിദ്യാഭ്യാസ തടസ്സം, അനാരോഗ്യം, ധനനഷ്ടം, വിവാഹ തടസ്സം എന്നിവ. പ്ലോട്ട്സ് വിത്ത് നോർത്ത് വെസ്റ്റ് കോർണർ കട്ട് ഓഫ്. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ഛേദിക്കപ്പെട്ട സ്ഥലം. ദുഷ്പേര്, ശത്രുവർദ്ധനവ്, കുടുംബക്ലേശങ്ങൾ, അപകടങ്ങൾ, അനാരോഗ്യം എന്നിവയ്ക്കു ഇതുപോലെയുള്ള പ്ലോട്ടുകൾ കാരണമാവും. പ്ലോട്ട്സ് വിത്ത് സൗത്ത് വെസ്റ്റ് കോർണർ കട്ട് ഓഫ്. തെക്ക് പടിഞ്ഞാറ് ദിശയിൽ ഛേദിക്കപ്പെട്ട സ്ഥലം. ഇങ്ങനെയുള്ള പ്ലോട്ടുകളും അപകടം, അനാരോഗ്യം, മാനസിക അസ്വാസ്ഥ്യം, ധനനഷ്ടം എന്നിവയ്ക്ക് വഴിതെളിക്കും. പ്ലോട്ട്സ് വിത്ത് സൗത്ത് ഈസ്റ്റ് കോർണർ കട്ട് ഓഫ്. തെക്ക് കിഴക്ക് ദിശയിൽ ഛേദിക്കപ്പെട്ട സ്ഥലം. ഈ മാതിരി പ്ലോട്ടുകളും മറ്റുള്ളവയെപ്പോലെ തന്നെ ഹാനികരമാണ്. ഛേദിക്കപ്പെട്ടതല്ലാതെ ചതുരത്തോടോ ദീർഘചതുരത്തോടോ കൂട്ടിച്ചേർക്കപ്പെട്ടതുപോലെയുള്ള പ്ലോട്ടുകളും വാസ്തുപ്രകാരം നിവാസയോഗ്യമല്ല. ഉദാഹരണം: പ്ലോട്ട്സ് വിത്ത് സൗത്ത് വെസ്റ്റ് കോർണർ എക്സ്റ്റെൻഡഡ്. തെക്ക് പടിഞ്ഞാറ് ദിശയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട സ്ഥലം. ഇങ്ങനെയുള്ള പ്ലോട്ടുകൾ മാനസിക അസ്വാസ്ഥ്യം, തോൽവികൾ, അപകടമരണം, ശരീരഭാഗങ്ങൾ ഛേദിക്കപ്പെടുക, കുടുംബത്തിൽ സ്ത്രീയുടെ മരണം, ധനനഷ്ടം എന്നിവയ്ക്ക് കാരണമാകും. കറക്ഷൻ ഓഫ് ഇറഗുലർ പ്ലോട്ട്സ്. ഇങ്ങനെയുള്ള പ്ലോട്ടുകൾക്ക് പരിഹാരം: 3 കോപ്പർ ക്രിസ്റ്റൽ റോഡ്സ് കൂട്ടിച്ചേർക്കപ്പെട്ടതോ ഛേദിക്കപ്പെട്ടതോ ആയ മൂലകളിൽ മണ്ണിനടിയിൽ സ്ഥാപിക്കുക. ക്രിസ്റ്റലുകൾ മണ്ണിന് മുകളിലായിരിക്കണം. ഈ റോഡ്സിനെ കമ്പികൾ അഥവാ വയർസ് മൂലം ബന്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്ലോട്ട്സിനെ ചതുരമായോ ദീർഘചതുരമായോ മാറ്റിയെടുക്കാം.